ഞങ്ങൾക്ക് വിഷുദിനം അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിഷുവിൻ്റെ തലേന്ന് പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഫ്രൂട്ട്സ് കടയിൽ വന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അലങ്കാര പരിപാടികളുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ പിന്നെ വരുന്ന വഴി കണ്ട കാഴ്ചയാണ് കേട്ടോ. കുറേ കണിക്കൊന്ന് വിൽക്കുന്നുണ്ട്. നമുക്ക് പിന്നെ കണിക്കൊന്ന് കിട്ടിയെന്ന് കേട്ടോ. വരുന്ന വഴി വല്യച്ഛൻ്റെ വീട്ടിൽ കയറി വല്യച്ഛനകത്ത് കുഞ്ഞു അവനെയും കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് 10:30 കേൾക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെല്ലാം അലങ്കാര പരിപാടിക്കുള്ള കൃഷ്ണനെയും അതുപോലെ വിളക്കും താലവും എല്ലാം വെച്ച് അതുപോലെ ഫ്രൂട്ട്സും അതുപോലെ ചെറിയൊരു ദേവിയുടെ വിളക്കും അതേപോലെ തന്നെ കിണ്ടി താലം എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് അതിൽ പൈസയും നാണയവും അതേപോലെ തന്നെ നോട്ടും അതേപോലെ തന്നെ സ്വർണ്ണം വെള്ളി എല്ലാം വെച്ച് അതുപോലെ കന്മഷിക നമ്മുടെ സിന്ദൂരം അതേപോലെ തന്നെ ധാന്യങ്ങൾ പിന്നെ നെല്ല് കിട്ടില്ല നെല്ലിന് വരെ അരി വെച്ച് കേട്ടോ. പിന്നെ രണ്ട് മഞ്ചാടിയെ കിട്ടിയുള്ളൂ കേട്ടോ. മഞ്ചാടിയുടെ സീസൺ ആയിരുന്നു. ഞാൻ അവസാനമൊക്കെ മഞ്ചാടിയുടെ കാര്യം ആലോചിച്ചത്. പിന്നെ അതുപോലെ തന്നെ കണിക്കൊന്ന കിട്ടിയായിരുന്നു കേട്ടോ. കണിക്കൊന്ന കണ്ണാടിയെല്ലാം വെച്ച് കേട്ടോ. പിന്നെ ഭഗവാനുള്ള ചെറിയൊരു മാല കിട്ടിയിട്ട് അതിനകത്ത്. അപ്പോഴത്തെ പിന്നെ 12:30 1 മണിയൊക്കെ ആയി കാണും കേട്ടോ. പിങ്കിമ്മ പിന്നെ എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു ആളുടെ എനിക്ക് കൂട്ടിരുന്നേ ആയിരിക്കും കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ ആയപ്പോഴത്തെ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ കണിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ കൊല്ലത്തെ വിഷു അങ്ങനെ പോയി. ഹാപ്പി വിഷു എല്ലാവർക്കും കേട്ടോ. നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. ബൈ.